നമസ്കാരം. ഭൂമിയിലെ എല്ലാ പെൺമനസ്സുകളിലെയും നിഴലും നിലാവും ആവിഷ്കരിക്കുന്ന ചന്ദ്രലേഖയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും വളരെ സജീവമായി ഇടപെടുന്ന കാലമാണിത്. വാർത്തകൾക്കും വിവരങ്ങൾക്കുമൊപ്പം തന്നെ വിനോദത്തിലും പ്രാധാന്യം നൽകുന്ന ഒന്നായതുകൊണ്ടാണ് ഇത്തരം മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ അവയിലെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് അവ വിനിയോഗിക്കുവാൻ നമുക്കാകണം. ഈ ചിന്തയോടെ ഇന്നത്തെ ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രത്തിൽ സ്ഥാനം നേടിയ സ്ത്രീ ജീവിതങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചന്ദ്രലേഖയിൽ ആദ്യം. റഷ്യൻ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് മരിയ ഷറപ്പോവ. 1987 ഏപ്രിൽ 19 മരിയയുടെ ജനനം. 2014 ജൂലൈ 7 വനിതാ ടെന്നീസ് അസോസിയേഷൻ റാങ്കിംഗ് പ്രകാരം 6ാം സ്ഥാനത്തുള്ള ഷറപ്പോവ ഏറ്റവും ഉയർന്ന റാങ്കുള്ള റഷ്യക്കാരിയാണ്. 5 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഉൾപ്പെടെ 32 വിമൻ ടെന്നീസ് അസോസിയേഷൻ കിരീടങ്ങൾ നേടിയ ഷറപ്പോവ 1994 മുതൽ അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ഥിരതാമസക്കാരിയാണ്. ആദ്യമായി 2005 ഓഗസ്റ്റ് 22 ലോക 1ാം നമ്പർ താരമായ ഷറപ്പോവ അവസാനമായി 1ാം നമ്പർ കരസ്ഥമാക്കിയത് 2012 ജൂൺ 11. Thanks to all of you, wherever you're coming from Brisbane, from all around the world. Thank you. ആയുരാരോഗ്യമാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് മിക്ക സ്ത്രീകൾക്കുമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക് ലാപ്രോസ്കോപ്പി സർജനായ ഡോക്ടർ ഹഫീസ് റഹ്മാനാണ്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഗർഭപാത്രത്തിലും ഓവറിയിലും ഒക്കെ ആയിട്ട് ക്യാൻസർ വരുന്ന സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കീഹോൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ്. ഈ ഗർഭപാത്രത്തിൽ 3 തരം ക്യാൻസർ ഉണ്ട്. സ്ത്രീകളുടേതായിട്ടുള്ള അവയവങ്ങളിൽ വരുന്ന 3 തരം ക്യാൻസർ. ഒന്ന് എന്താ വെച്ചാൽ ഗർഭപാത്രത്തിൻ്റെ മുഖത്തിൽ വരുന്ന ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയും. പിന്നെ യൂട്രസിനകത്ത് വരുന്ന ക്യാൻസർ, പിന്നെ അണ്ഡാശയത്തിൽ വരുന്ന ക്യാൻസർ. ഈ ഗർഭപാത്രത്തിലെ മുഖത്ത് വരുന്ന ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ക്യാൻസറിലൊന്നാണ് ഈ ഗർഭപാത്രത്തിൻ്റെ മുഖത്തിൽ വരുന്ന ക്യാൻസർ. കാരണം വെച്ചാൽ ആ ക്യാൻസർ ഇനി ഇൻഫെക്ഷൻ കൊണ്ടാണ്. വേറെ ഒരു ക്യാൻസറും ഇതുപോലെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാൻസറില്ല. അത് വന്നില്ലെങ്കിൽ വന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നുമില്ല. ഈ ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ പാപ്പിലോമ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നൊരു ക്യാൻസറാണത്. സാധാരണഗതിയിൽ അത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് അങ്ങനെ ഇതിൽ വരുന്നതാണ്. അല്ലാതെയും വരാം. അത് വന്നവരെല്ലാവർക്കും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് എന്നല്ല, പക്ഷേ അല്ലാതെയും വരാം. അതിന് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടി വാക്സിനുണ്ട്. ഈ HPV ഇൻഫെക്ഷന് വേണ്ടിയിട്ട് വാക്സിൻ ഉണ്ട്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വാക്സിൻ അഡ്വൈസ് ചെയ്യും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ റെഗുലറായിട്ട് കല്യാണം കഴിക്കുന്നതല്ല, അവിടെ 12-13 വയസ്സിന് സെക്ഷൽ കോൺടാക്റ്റ് വരുന്ന കാരണം അന്നേരം തന്നെ ഈ വാക്സിൻ അങ്ങ് എടുക്കും. അപ്പോൾ അത് ഈ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ, ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് വരുന്ന ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ക്യാൻസറിനുള്ള ഗുണമെന്ന് വെച്ചാൽ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ തന്നെ പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കേട്ടിട്ടില്ലേ? പാപ്സ്മിയർ എടുക്കാമെന്ന് പറയും. ഇത് എല്ലാ സ്ത്രീകളും, സെക്ഷലി ആക്റ്റീവായിട്ടുള്ള എല്ലാ സ്ത്രീകളും 2 കൊല്ലം കൂടുമ്പോൾ എടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പാപ്സ്മിയർ. അത് ആരും ചെയ്യില്ല, ഈവൻ ഡോക്ടർമാർ തന്നെ അത് ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ക്യാൻസറായിട്ട് വരുമ്പോഴാണ് പിന്നെ അതിൻ്റെ പുറകിൽ ഓട്ടവും ബഹളമായിട്ട് വരുന്നത്. ഇത് നമ്മളൊരു പാപ്സ്മിയർ ഒരു 2000 പേരിലും 3000 പേരിലിരുന്ന ഒരാൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും ആ പ്രശ്നമുള്ള ആൾക്ക് ഇതൊരു ലൈഫ് സേവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുക, ഈ പാപ്സ്മിയർ റെഗുലറായിട്ട് എടുക്കുക, ചെയ്യുക. ഇത് 2 കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒവേറിയൻ ക്യാൻസറിനുള്ള പ്രശ്നം വെച്ചാൽ ഈ ഒവേറിയൻ ക്യാൻസർ ഒരു കാരണവശാലും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാധനമാണ്. കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഒവേറിയൻ ക്യാൻസറിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ക്യാൻസറാണ്, ഇൻഫെക്ഷൻ അല്ല. അതായത് തലമുറകളായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് ഹെറിഡിറ്ററി ആയിട്ടാണ് സാധാരണ ഒവേറിയൻ ക്യാൻസർ വരുന്നത്. ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. അതായത് ഈ BRCA1 BRCA2 എന്ന് പറഞ്ഞ ജീൻസ് ഉണ്ടാവും ഈ സ്ത്രീയുടെ ശരീരത്തിൽ. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒവേറിയൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റേഴ്സിനും അവരുടെ കുട്ടികൾക്കും എല്ലാം ഈ ജീൻസ് ഉണ്ടോയെന്ന് നേരത്തെ നോക്കാം. ആ ജീൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു. ഇപ്പോൾ പലർക്കും ചിലപ്പോൾ സിസ്റ്റേഴ്സിന് ആ ജീൻസ് ഉണ്ടെന്ന്, അപ്പോൾ ഒവേറിയൻ ക്യാൻസർ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓവറി അങ്ങ് എടുത്തോളൂ. അപ്പോൾ ഈ ഒവേറിയൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
കാരണം ഈ ഒവേറിയൻ ക്യാൻസറിനുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഏർലി സ്റ്റേജിൽ, ഇപ്പോൾ ഈ സെർവൈക്കൽ ക്യാൻസർ ഞാൻ പാപ്സ്മിയറൊക്കെ പറഞ്ഞില്ലേ, ഇത് അകത്തുള്ള സാധനമാണ്. ഏർലി സ്റ്റേജിൽ നമുക്ക് ഒരു കാരണവശാലും ഈ സാധനം ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വലിയ സിസ്റ്റായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാകുമ്പോൾ മാത്രമേ ഇത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമ്മൾ എല്ലാ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ചെക്കപ്പിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ചില ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. 100% ആയിട്ട് ഇപ്പോഴും സക്സസ്ഫുൾ അല്ലാന്നുണ്ടെങ്കിലും ഈ CA-125 HE4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഈ ഒവേറിയൻ ക്യാൻസറിന് ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയും നമുക്ക് നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒവേറിയൻ ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമുക്കൊരു വഴിയില്ല. വരാതിരിക്കാനായിട്ട് ഓവറി എടുത്തു കളയാൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിസ്റ്റർക്ക് വന്നു അല്ലെങ്കിൽ മദറിന് വന്നു ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഓവറി അങ്ങ് എടുത്തു കളയാന്നുള്ളതേ ഉള്ളൂ. ഈ ജീൻസ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ജീൻ ഉണ്ടെങ്കിൽ, അതായത് ജീൻ ഉണ്ടെങ്കിൽ ഏകദേശം 30-40% ആ സ്ത്രീക്ക് ഈ ഒവേറിയൻ ക്യാൻസർ വരും എന്നുള്ളതാണ് അർത്ഥം. അതുകൂടാതെ തന്നെ ഈ ഒവേറിയൻ ക്യാൻസർ വരുന്ന ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചില ഈ അണ്ടം ഉൽപ്പാദിപ്പിക്കാനുള്ള ചില മരുന്നുകൾ, ഇപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അണ്ടം വളരെ ഇറാഷണലായിട്ട് ഈ മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യാത്തൊരു ഗൈനക്കോളജിസ്റ്റ് എടുത്ത് ചെയ്യുന്നതിന് ഈ ക്ലോമിഫിൻ സിട്രേറ്റ് പോലത്തെ മരുന്നുകൾ വളരെ ഇറാഷണലായിട്ട് കൊടുക്കും. ഇത് ഒരു പരിധി വരെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒവേറിയൻ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതാണ് അതിൻ്റെ. അത് ഇന്നല്ല, നാളെ മറ്റന്നാളെ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്ത എല്ലാ സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ ഈ ഒവേറിയൻ ക്യാൻസറിന് സ്ക്രീനിങ് പോലെ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുക, ടെസ്റ്റുകൾ ചെയ്യുക, ഇത് വരുന്നുണ്ടോ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ഒരു സാധനം വന്നു കഴിഞ്ഞ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും അതിന് ട്രീറ്റ്മെൻറ്റ് വളരെ കുറവാണ്. അതുകൂടാതെ ഈ യൂട്രൈൻ ക്യാൻസറിനും സെർവൈക്കൽ ക്യാൻസറിനും ഇന്നിപ്പോൾ നമ്മൾ വയറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതിലും ബെറ്ററായിട്ട് കീഹോൾ ശസ്ത്രക്രിയ വഴി ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കീഹോൾ ശസ്ത്രക്രിയ വഴി നമ്മൾക്ക് ഏകദേശം 20 തവണ മാഗ്നിഫൈഡായിട്ട് വലുതായിട്ടാണ് കാണുന്നത്. ക്യാൻസറിനെന്ന് വെച്ചാൽ എല്ലാം റിമൂവ് ചെയ്യുന്നതിലാണ് എൻ്റെ കാര്യം. ക്യാൻസർ ബാധിച്ച എല്ലാ ബാധിക്കാനുള്ള അവയവങ്ങളും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഗർഭപാത്രം ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് കീഹോൾ ശസ്ത്രക്രിയയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിലും ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വളരെ ഫാർ ബെറ്ററായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ പണ്ടൊക്കെ ഈ ഒവേറിയൻ ക്യാൻസറിന് കീഹോൾ ശസ്ത്രക്രിയ പാടില്ലെന്നായിരുന്നു. ഇപ്പോൾ അതും ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കിവിടെ ഇപ്പോൾ കീഹോൾ ശസ്ത്രക്രിയ ഒരുപാട് അത് മുന്നോട്ട് പോയി. പഴയ ഒരു കാലമൊന്നുമല്ല, ഇപ്പോൾ എല്ലാ കാര്യത്തിനും കീഹോൾ ശസ്ത്രക്രിയ ആയി. ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഓപ്പൺ സർജറി ചെയ്തൊരു കാലഘട്ടം തന്നെ മറന്നുപോയി. അപ്പം ഈവൺ ഒവേറിയൻ ക്യാൻസറിന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കീഹോൾ ശസ്ത്രക്രിയ വഴി അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റ് ഭയങ്കര കംഫർട്ടബിളാണ്. അതിലും കൂടുതലുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ കീറി മുറിച്ചു. ഒവേറിയൻ ക്യാൻസർ നമ്മൾ ഇവിടെ നിന്ന് താഴെ വരെ മുറിക്കും. വലിയൊരു മുറിവാണ്, അതായത് 20-25 സെൻറ്റിമീറ്ററുള്ളൊരു മുറിവാണ്. അപ്പോൾ അത്രയും വലിയൊരു മുറിവുള്ളപ്പോൾ ഈ കീമോതെറാപ്പി നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഇതല്ലേ കീമോതെറാപ്പി, ആ മുറിവ് ഉണങ്ങി 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കീമോതെറാപ്പി കൊടുക്കുക. അപ്പോൾ ഈ സർജറിയും കീമോതെറാപ്പിയും തമ്മിലൊരു ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിനിടയ്ക്ക് ഈ സാധനം പിന്നെയും വളരുകയെന്നായിരിക്കും. ഇതല്ലേ അപ്പോൾ കീഹോൾ ശസ്ത്രക്രിയ വഴി നമ്മൾ ഈ ഒവേറിയൻ ക്യാൻസറിനുള്ള സർജറി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കീമോതെറാപ്പി സ്റ്റാർട്ട്. അപ്പോൾ ഇത് രണ്ടാമതൊരു വളരാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സെൽസ് ഉള്ളത് വളരാനോ ഒരു ഇടം കൊടുക്കാതെ തന്നെ നമ്മൾക്കിത് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ക്യൂറും കാര്യങ്ങളൊക്കെ കുറേ കൂടി ബെറ്ററായിട്ടാണ് കാണുന്നത്. ഹെറിഡിറ്ററി അല്ലാതെ ഈ ഓവറി, അതായത് ഗർഭാശയ രോഗ ക്യാൻസർ വരുവാണെങ്കിൽ അങ്ങനെ വരുന്നത് ഹെറിഡിറ്ററി അല്ലാതെയുള്ള കേസുകളിൽ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇപ്പോൾ ഈ ഓവേറിയൻ ക്യാൻസർ ഞാൻ പറയാം. ഓവേറിയൻ ക്യാൻസറിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു ഇത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഫെലോപ്പിയൻ ട്യൂബില്ലേ, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ സെൽസിൽ നിന്നാണ് ഈ ഓവറിയിലെ ക്യാൻസർ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ സെൽസിൽ നിന്ന് ഓവറി ക്യാൻസർ വരുമ്പോൾ നമ്മളിപ്പോൾ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഗർഭപാത്രം എടുത്ത് കളയുക, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഗർഭാശയ സംബന്ധമായിട്ടുള്ള വെഡ്ജിങ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫെലോപ്പിയൻ ട്യൂബും കൂടി അങ്ങ് എടുത്ത് കളയും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരു പരിധി വരെയും ഒരു പക്ഷേ ഈ ഒവേറിയൻ ക്യാൻസർ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ പാപ്സ്മിയർ ചെയ്യുക, ഈ വാക്സിൻ നേരത്തെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്.
പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം ഒരു 80% സ്ത്രീകളും അത് ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പോൾ എന്താണ് അമിതമായിട്ടുള്ള രക്തസ്രാവം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് രക്തം കട്ടയിട്ട് പോവുക, അതല്ലെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡ് ചെയ്യുക, ഇതാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം എന്ന് പറയുന്നത്. രക്തം കട്ടയിട്ട് ഒരു 60-70% സ്ത്രീകൾക്ക് രക്തം കട്ടയിട്ട് പോകും. പക്ഷെ അത് ആൾക്കാർ ശ്രദ്ധിക്കില്ല, അത് അങ്ങനെ പോകും. അതായത് ഒരു 80 ml രക്തത്തിൽ കൂടുതൽ ബ്ലീഡ് ചെയ്യുമ്പോഴാണ് രക്തം കട്ടയിട്ട് പോകുന്നത്. ഒരു 80-100 ml ആണ് നമ്മൾക്കൊരു മാസം നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരളവ്. അപ്പോൾ ഇത് 80 ml കൂടുമ്പോൾ രക്തം കട്ടയിട്ട് പോകും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് മാസത്തിൽ ഒരു 80 ml പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ 100 ml ബ്ലീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പതുക്കെ അനീമിക് ആവും. അപ്പോൾ ഈ രക്തം കട്ടയായിട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എന്തും ആവാം, ഇത് ഫൈബ്രോയിഡ് ആവാം, ക്യാൻസർ ആവാം, പല കാര്യങ്ങളാവാം. ഇപ്പോൾ നമ്മൾ രക്തം കട്ടയായിട്ട് പോകുന്ന സ്ത്രീകളെല്ലാവരും പേടിപ്പിക്കുന്നതല്ല, പക്ഷേ ഇത് ഡോക്ടറെ കണ്ടിട്ട് എന്താണെന്നുള്ള അറിയേണ്ടതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് എടുക്കാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ നോക്കിയാൽ അറിയാം, പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ നോക്കിയാൽ അറിയാം, പല സ്ത്രീകളും അനീമിക്കാണ്. അതിൻ്റെ അടുത്ത് പറയുമ്പോൾ അത് ഡോക്ടറെ ഞാൻ കൊച്ചിലെ മുതൽ അനീമിക്കാന്ന് പറയും. ആ കൊച്ചിലെ മുതൽ ഈ പ്രശ്നമുണ്ട്, അത് ട്രീറ്റ് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് അനീമിക്കാവുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ അനീമിക്കാവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഫൈബ്രോയിഡ് വരുന്നവർക്കാണെങ്കിൽ തന്നെ അത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഫൈബ്രോയിഡ് വരുന്ന ഫൈബ്രോയിഡ് ക്യാൻസർ ആയിട്ട് വരില്ല, പക്ഷേ ഫൈബ്രോയിഡ് തന്നെ ക്യാൻസർ ആയിട്ട് വരാം. അത് വളരെ റെയർ ആയിട്ടുള്ളതാണ് ഈ സാർക്കോമ എന്ന് പറയുന്നത്. അത് ആദ്യം മുതൽ തന്നെ ക്യാൻസർ ആയിരിക്കും, പക്ഷേ കാണുമ്പോൾ ഫൈബ്രോയിഡ് പോലെ ഇരിക്കും. നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കാണുമ്പോൾ ഫൈബ്രോയിഡ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 5-6 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള ഫൈബ്രോയിഡുകൾ എടുത്തു കളയണമെന്ന് പറയുന്നത്. സാധാരണ പുറമെ വേറൊരു സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു നോർമലായിട്ടുള്ള സ്ത്രീ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ടുനിന്ന് റെഗുലർ നല്ല ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഡോക്ടറുടെ സജഷൻ. അതായത് അങ്ങനൊരു ഇതില്ല. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ വയറ്റിനകത്തുള്ളപ്പോൾ തന്നെ ഈ അണ്ഡാശയത്തിൽ സിസ്റ്റ് കണ്ടു. 3 മാസം ജനിച്ചു കഴിഞ്ഞ് 3 മാസം വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ അണ്ഡാശയം നഷ്ടപ്പെടും. അതായത് ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് ഒരു ലേഡിയാണ്, അപ്പോൾ പെൺകുട്ടി അത് വലുതായി വരുമ്പോൾ ഒരു അണ്ഡാശയം ഇല്ലാതെയാണ് ഇപ്പോൾ വളരുന്നത്. അത് എന്തുകൊണ്ടാണ്? ജസ്റ്റ് ആ ഒരു ജനിച്ചു 3 മാസത്തിന് ഇടയ്ക്കൊരു അവർ അത്രയും അങ്ങ് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ട് മാത്രം അത് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ 100,000 അസുഖങ്ങൾ നമ്മൾ മിസ് ചെയ്ത് പോകുന്നുണ്ട്. മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില അസുഖങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചു കൊടുക്കും. ചില അസുഖങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാലും അങ്ങനെ നടക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു സാധനം, ഇപ്പം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം, അത് 13 വയസ്സിലും ഉണ്ടാവും, 45 വയസ്സിലുണ്ടാവും, എപ്പോഴെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് വരുമ്പോൾ നമ്മൾക്ക് അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മരിച്ചു ഒന്നുമില്ല, പക്ഷേ അനീമിക്കായിട്ടിരിക്കും. ഈ അനീമിക്കായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കുള്ള ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഒക്കെ കുറയുന്നത് കാരണം ഓരോ അവയവവും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോഴല്ല, ഒരു പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുന്നില്ല, പക്ഷേ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം അത് മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്. ഇപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ജനിക്കുമ്പോൾ മുതൽ, ഇവൻ ജനിക്കുമ്പോഴല്ലോ, പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടീനെ സ്കാൻ ചെയ്ത് നോക്കി ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ കുട്ടി വളരുന്നുണ്ടോ, ആ കുട്ടി എന്താണ്, ഇതൊക്കെ ഹെൽത്ത് ചെക്കപ്പായി ചെയ്യുന്നത്. അതായത് അസുഖം ഉണ്ടായിട്ടല്ലോ, പ്രഗ്നൻസി ഒരു അസുഖമല്ലല്ലോ. അപ്പോൾ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾ തന്നെ ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും, ഇതല്ലേ ചെയ്യുന്നത്. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പിന്നെ അങ്ങ് വിട്ടേക്കും. ഇതാണ് ആൾക്കാരെല്ലാവരും ചെയ്യുന്നത്. അത് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അത് ബേസിക്കായിട്ട് നമ്മളിപ്പം മരിച്ചു പോകുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമല്ല, നമ്മളുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഈവൻ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, നമ്മൾ പലരുടെയും ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി, എനിക്കൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഞാൻ ഏത് നേരം ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെ ഇരിക്കുന്ന ആളായിരുന്നു, സൂര്യപ്രകാശം കൊള്ളൽ കുറവാണ്. അപ്പം നമ്മളത് അതിന് അവയർനെസ് വന്ന് ഞാനൊരു ഡോക്ടറായതിനു ശേഷമാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവയർനെസ് വന്ന് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നുകൊണ്ട് എന്താ ഉണ്ടാവും, നമുക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാവും, കുറച്ച് ദേഹത്തിന് അവിടെയൊക്കെ വേദന ഉണ്ടാവും. അങ്ങനത്തെ അതാ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. അപ്പം ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട് നമ്മൾ കണ്ടുപിടിക്കാത്തത്. പക്ഷേ കണ്ടുപിടിച്ചതുകൊണ്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ലാത്തതുമായിട്ടുള്ള 100,000 പ്രശ്നങ്ങളുണ്ട്.
പലപ്പോഴും നമ്മൾ നോക്കുന്നത് മരിച്ചു പോകുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ആ ഒരു കാലഘട്ടം മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മൾക്ക് മരിച്ചു പോകുന്ന അസുഖങ്ങളോ മാത്രമല്ല, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇന്നത്തെ ജനതയ്ക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല, ആ എങ്ങനെ എത്ര സുഖമായിട്ട് എത്ര നല്ല ക്വാളിറ്റിയിൽ ജീവിക്കുക, എത്ര ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ചെറുപ്പത്തിലുള്ള നമ്മളുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ വരുന്നത്. പലപ്പോഴും ചെറുപ്പത്തിലെ ആൾക്കാർ ഹെൽത്ത് കെയർ ചെയ്യില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ബോൺ ഡെൻസിറ്റി, അതായത് എല്ലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രായമുള്ള സ്ത്രീക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെയൊക്കെ അമ്മമാരെ കണ്ടറിയാം, ഒരു 60 വയസ്സ് കഴിഞ്ഞ് 2 പേര് പിടിക്കാതെ സ്റ്റെപ്പ് കയറില്ല, അല്ലെങ്കിൽ നടുവേന, മുട്ടുവേന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് കുഞ്ഞിലാണ്. അതായത് കൊച്ചു കുട്ടിയായിരിക്കുമ്പം എക്സസൈസ് എടുത്ത് ഓടിക്കളച്ച് വളർന്ന് ആ ബോണിന് ഏറ്റവും കൂടുതൽ നല്ലോണം കാൽഷ്യമൊക്കെ വന്ന് ആ ബോണ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ്. അങ്ങനെ നല്ലോണം ഡെവലപ്പ് ചെയ്തൊരു ബോണ് പ്രായമാകുമ്പം ബുദ്ധിമുട്ട് വരില്ല. അപ്പം ട്രീറ്റ്മെൻറ്റ് ഈ പ്രായമാകുമ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, പ്രായമാകുമ്പോൾ ചെക്കപ്പ് ചെയ്തിട്ട് എന്താ കാര്യം ഇല്ല. അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ മിക്ക അസുഖങ്ങൾക്കും അതാണ്, മിക്ക അസുഖങ്ങൾക്കും നമ്മൾക്ക് പ്രിവെൻഷൻ ഉണ്ട്, നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ത്രീകളിൽ പൊതുവെ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് പലരും മരണത്തിലേക്ക് വരെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ തന്നതിന് ഡോക്ടർ ഒത്തിരി താങ്ക് യു. കലാകാരികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്. പ്രതിഭയുടെ തിളക്കം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ കലാകാരികളെ പരിചയപ്പെടുത്തുന്ന പെൺനക്ഷത്രമാണ് ഇനി ചന്ദ്രലേഖയിൽ ഉദിക്കുന്നത്. നമസ്കാരം, ഞാൻ സിന്ധു. ഞാൻ കടവന്ത്രയിലാണ് താമസിക്കണേ. ഞാൻ വീണ അഭ്യസിച്ച് തുടങ്ങിയിട്ട് 7 വർഷമായി. എൻ്റെ ഗുരു ശ്രീമതി ചിത്ര സുബ്രഹ്മണ്യം ടീച്ചറാണ്. ഡിഗ്രി മ്യൂസിക് ആയിരുന്നു. അതിൻ്റെ സബ് വീണയാണ് എടുത്തിരുന്നത്. അന്ന് വീണ അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാനായിട്ട്. ഒരു വർണ്ണം, ഒരു കീർത്തനം, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മാരേജ് കഴിഞ്ഞ് സ്ഥലത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്നപ്പോഴാണ് എനിക്ക് വീണ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. പിന്നെ ഞാൻ അപ്പോൾ കടവന്ത്ര വന്നപ്പോൾ നല്ലൊരു ടീച്ചറുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആണ് ടീച്ചറുടെ അടുത്ത് പോയി. ഇപ്പോൾ 7 വർഷമായി ടീച്ചറുടെ അടുത്ത് അഭ്യസിക്കുന്നു. വീട്ടിൽ പാടും. അമ്മയച്ഛനും ഒന്നുമല്ല, കസിൻസൊക്കെ പാടും. അല്ലാണ്ട് അമ്മയച്ഛനും ഒന്നും പാടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ പാടുമായിരുന്നു. ഞാൻ മാരേജ് കഴിഞ്ഞ് പോയിട്ട് മോൾക്ക് മോൾ 7th ഇവിടെ വന്നത്. 7th 8th വന്ന് 8th 9th 10th ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറുടെ അടുത്ത് പോയിരുന്നു. വീണ്ടും മോളുടെ +2 സൗദിയിലായിരുന്നു. അപ്പോൾ ഞാനൊരു വീണ കൊണ്ടുപോയിരുന്നു. ഇവിടെ ഒരു വീണ വച്ചിരുന്നു. അങ്ങനെ വന്ന് ടീച്ചറുടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കീർത്തനം പഠിച്ച് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പതിവ്. ആദ്യം വീണയെ പറ്റിയാണ് നമ്മൾ പറയുക. ഇത് വലിയ കുടം, ഇത് ചെറിയ കുടം. ഇതിന് നമ്മൾ ദണ്ട് എന്ന് പറയും. ഇതിന് ബെരട.
7 സ്ട്രിങ്സ് ആണുള്ളത്. ഇത് 3 താള സ്ട്രിങ്സ് ആണ്. ഇത് 4 നമ്മൾ വായിക്കുന്നത്. അതിന് സാരണ, പഞ്ചമം, മന്ത്രം, അനുമന്ത്രം, അതാണ് 4 സ്ട്രിങ്സ്. പിന്നെ ഇത് മെട്ടാണ്, അത് മെഴുകുകൊണ്ടുള്ളതാണ്. 24 മെട്ടാണുള്ളത്, അത് മെഴുകുകൊണ്ടാണുള്ളത്. ഇത് യാളിമുഖം, അതാണ് ഇത് ബ്രിഡ്ജ്. ഇതാണ് വീണയുടെ ഒരു എന്താ പറയുക സ്ട്രക്ചർ. ബേസ് ഇതിൽ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്ന രാഗം മായാമാളവഗൗള രാഗമാണ്. അതിൽ ഇപ്പോൾ ഈ വീണയിൽ ഓരോ സ്വരത്തുമ്മലും ഈ മെട്ടുമ്മ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്വരവും. അതായത് സ എന്നുള്ളത് പ്ലെയിൻ നോട്ടാണ്, രി എന്നുള്ളത് മായാമാളവഗൗളയുടെ ഘായും നീയുമാണ് വലിയ സ്വരങ്ങൾ വരുന്നത്, ബാക്കിയെല്ലാം ചെറിയ സ്വരങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ രി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അടുത്തത് ഗ. അതാണ് ആരോഹണം. അവരോഹണം വരുമ്പോൾ പിരിച്ചു വയ്ക്കണം നമ്മൾ കൈ. അതനുസരിച്ച് നമ്മൾ ഇത് വോക്കൽ പാടുന്ന പോലെ തന്നെ സരി 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 സരളി വരിശകൾ, ജണ്ടവരിശ ഒക്കെ ഇതിൽ തുടർന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വേറെ രാഗങ്ങൾ വരും. അത് വർണ്ണം, മോഹനം, ആഭോഗി ഒക്കെ, അങ്ങനെ പല രാഗങ്ങൾ. നമ്മളിപ്പോൾ ഈ അടുത്ത് ശ്രീ രവിശങ്കറിൻ്റെ 2000 വീണ ബാംഗ്ലൂർ ആ ഇവൻറ്റിൽ പങ്കെടുത്തിരുന്നു. പിന്നെ നമ്മൾ അമ്പലങ്ങളിൽ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ചോറ്റാനിക്കര, എറണാകുളം അമ്പലം, കവലക്കൽ, കടവന്ത്ര ദേവീക്ഷേത്രം, അങ്ങനെ ഒത്തിരി അമ്പലങ്ങളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ട് ടീച്ചറുടെ അടുത്ത്. ഞാൻ ഇവിടെയും 2 ദിവസം ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും ഇവിടെ ഈ ഫ്ലാറ്റിൽ നാഗാർജുന പേൾ ബേ അപ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഒരു 250 ഫാമിലി ഉണ്ട്. 4 ബ്ലോക്കായിട്ടാണ്. അവിടെ കൂടുതലും വീട്ടമ്മമാരാണ് പഠിക്കാൻ വരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പം 4-5 കുട്ടികളുണ്ട്. അപ്പോൾ അവർ വരുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് നന്നായി പാടും, നന്നായി തബല വായിക്കും. വളരെ എന്നെക്കാൾ ഏറെ നന്നായി പാടുന്ന ഒരാളാണ്. മോളും നന്നായി പാടും. അപ്പം അവർക്ക് വളരെ ഇത് ചെയ്യുന്നതുകൊണ്ടൊന്നൊരു ഇതെല്ലാം എവിടേക്ക് വേണമെങ്കിൽ എന്ത് പ്രോഗ്രാമിനും എന്തിനും അവർക്കും താല്പര്യമാണ് പോകാനും. ഒന്നിനും മുടക്ക് പറയുന്ന ആളുകളല്ല. എനിക്ക് കൂടുതൽ ഒരു വീണ കലാകാരിയായി അറിയപ്പെടാനും കൂടുതൽ അതിൽ പരിജ്ഞാനം നേടാനും ഒക്കെ ആഗ്രഹമുണ്ട്. സിദ്ധി വിനായകം അനിശം, സിദ്ധി വിനായകം അനിശം, ചിന്തയാമ്യകം സിദ്ധി വിനായകം അനിശം, ചിന്തയാമ്യകം സിദ്ധി വിനായകം അനിശം, ചിന്തയാമ്യകം സിദ്ധി വിനായകം
അനിശം ചിന്തയാമ്യകം പ്രസീദഗണനായകം വിശിഷ്ടാർത്ഥദായകം വരം സിദ്ധിവിനായകം അനിശം. ചന്ദ്രലേഖ ഇന്നത്തേക്ക് തൽക്കാലം അസ്തമിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും ഉദിച്ചുയരാം.